ഗൈസ്, ഇന്ന് രാവിലെ എടുത്തപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ട്. മനസ്സിനെ ഏറെ വേദനിപ്പിച്ചൊരു വീഡിയോ ആണ്. എന്നാൽ എന്താ പറയുക, കുറച്ച് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയും സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്കിന് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്നുകിൽ ഇതിനെ കൊണ്ട് കളയണം, ഒന്നുകിൽ ഓച്ചറ കൊണ്ടല്ല, അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്തി. തന്റെ സിനിമാ ജീവിതം പോലും അമ്മയ്ക്കു വേണ്ടി മാറ്റിവെക്കുമ്പോഴും ആരോടും പരാതിയും പരിഭവവുമില്ല കലാകാരിയായ ഈ മകൾക്ക്. ആദ്യം ചെയ്ത സിനിമ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഭാഗ്യദേവത, തന്മാത്ര, പ്രണയം, 4 പെണ്ണുങ്ങൾ, പുതിയ മുഖം, നേരിക്കൊണ്ടൊരു കുഞ്ഞാട്, വെനീസിലെ വ്യാപാരി. 92 വയസ്സുണ്ട് അമ്മയ്ക്ക്. കാലം മാറിയപ്പോൾ മക്കൾ മാറി, അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആകാനേ കഴിഞ്ഞുള്ളൂ. അവസാനം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാ, ഇതിനെ എവിടെങ്കിലും കൊണ്ടാക്കണം. സ്വന്തം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും തന്റെ അമ്മ ഒരു ഭാരമായപ്പോൾ സിനിമാ ജീവിതം മാറ്റിവെച്ച് ഗാന്ധി ഭവനിൽ അഭയം തേടി. ഞാൻ ഒറ്റ മോളാണ്, ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളാ. അപ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ? അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം. അപ്പോൾ അന്നോട്ട് ഞാൻ ആലോചിക്കുന്നില്ല അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോകണം. പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പോയാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും. അമ്മയ്ക്ക് വല്ല വേറെന്തെങ്കിലും മാനസികമായിട്ട് അസുഖം ഉണ്ടാവും. പിന്നെ ഞാൻ ആലോചിച്ച് ഞാനിവിടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷം. അങ്ങനെ ഞാൻ ചോദിക്കും, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പം, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണേലും മക്കള്. മക്കൾ 2 പേരും ചിലപ്പം വന്നു. അവരോട് നമ്മുടെ അമ്മ കാണാതെ പോയി. മക്കളെ വളർത്തി, അവരുടെ കൊച്ചുമക്കളും അവരെയും പൊന്നുപോലെ വളർത്തിട്ട് ആ മക്കൾ ഈ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കാണാതെ പോയി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അമ്മ ചോദിച്ചു, അവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അവരിപ്പോൾ വരും. പക്ഷെ വൈകുന്നേരം വരെ അമ്മ നോക്കി അവർ വരുമെന്ന് ഓർത്ത് വന്നില്ല. അമ്മയുടെ വില അറിയുന്ന ഈ മകളും അമ്മയും ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്തോഷമായി കഴിയുന്നു. പിന്നെ ഇതൊരവസ്ഥയാണ്, വാർദ്ധക്യം. ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട്, എന്നെ നോക്കാൻ ആരുണ്ടാവും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഗാന്ധി ഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ